ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പതിപോലെ തന്നെ ഞാൻ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ വിലപ്പെട്ട സമയം കളഞ്ഞ് നമ്മുടെ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ് കേട്ടോ. എന്താ പറയുക, അത്രയ്ക്കധികം സന്തോഷമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിവർ തൃശ്ശൂരിലേക്ക് പോവാണ് കേട്ടോ. തിരിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ തൃശ്ശൂരിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം പിന്നെ ചട്നിയൊക്കെ ആക്കി. പിന്നെ ഇന്നലത്തെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളി വേവിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ കൊള്ളിയൊക്കെ അതിലിട്ട് വിസിലൊക്കെ അടിച്ച് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, രാവിലെ തന്നെ റെഡിയാക്കാൻ കാരണം വേറെയാണ് കേട്ടോ. ഇത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ചോറുണ്ടാക്കിയാൽ മതി, കറി റെഡിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബീഫ് കറിയൊക്കെ ആയതിൻ്റെ ശേഷം ഞങ്ങൾ ഇഡ്ഡലിയും ചട്നിയും ബീഫൊക്കെ കൂട്ടി ഒരു തട്ടങ്ങോട്ട് തട്ടി രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരൂരിൽ നിന്ന് നേരെ കുറ്റിപ്പുറത്തേക്കാണ് കേട്ടോ. അപ്പോൾ കുറ്റിപ്പുറത്തേക്കുള്ള ബസ് കയറാനായിട്ട് പെങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വളാഞ്ചേരിയിലേക്ക് കയറുകയും ചെയ്തു. ഞങ്ങളെ ബസ്സിൽ കയറ്റി തന്നിട്ട് അവർ വളാഞ്ചേരിയിലേക്കുള്ള ബസ് കയറിയിട്ട് അവർ ഒറ്റപ്പാലത്താണ് കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർക്കാണ്. പിന്നെ ഈ കുറ്റിപ്പുറത്ത് പോയി ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് ബസ് കയറാൻ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ 7:30-8 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങും. 10:30 ആകുമ്പോഴേക്കും ഞങ്ങൾ തൃശ്ശൂർ എത്താറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ 9:30 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, സമയം പോകുന്നത് അറിയില്ല, നേരം വൈകുകയും ചെയ്തു കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ ബസ്സിൽ എല്ലാവരും കയറി ഇരുന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറ്റിപ്പുറത്തുനിന്ന് വേറെ ബസ് മാറി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ സാധാരണ ബസ്സിൽ നിന്ന് അവരൊന്നും കഴിക്കാറൊന്നുമില്ല. ഇന്ന് 10 ദിവസം സുഡാപ്പിയും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അവർ ബസ്സിലിരുന്നിട്ട് 2 പേര് ഛർദ്ദിച്ചു കേട്ടോ. വേറെ ഒന്നല്ല, ഒരു മിഠായി തിന്നതാണ് കാരണം. പിന്നെ വയറ്റിൽ ഗ്യാസ് നിറഞ്ഞിട്ട് ഈ മിഠായി തിന്നതും കൂടി രണ്ടാക്കും പറ്റിയില്ല. അങ്ങനെ രണ്ടാളും ഛർദ്ദിച്ചത് നല്ല ക്ഷീണമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നേരെ ഓട്ടോറിക്ഷ പിടിച്ച് അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോഴാണെങ്കിലോ ഒരു ടിൻ്റെ പണി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ പൂച്ച. എന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഓരോ പണികളുണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ ഓയിലിൻ്റെ കുപ്പിയൊക്കെ തട്ടിമറിച്ച് 3/4 ഭാഗം ഓയിൽ പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ മണി പ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചില്ല് പാത്രം, അതും പൂച്ച ചാടി ഇതൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പുറത്ത് ഞാൻ മോന് വന്നിട്ട് TV ഓണാക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് കാണുന്നത് കേബിൾ ആരോ വലിച്ചിട്ടെടുക്കണം കേട്ടോ. കേബിളിൻ്റെ വയറ് വലിച്ചിട്ട് അത് പൊട്ടിച്ചിട്ട് ഇട്ടേക്കാണ് കേട്ടോ. ഞാനിനി എന്തായാലും അവർ വന്നിട്ട് ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അപ്പുറത്തെ ചേട്ടനൊക്കെ വന്ന വർഷം ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇതാരോ വലിച്ചിട്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു കേട്ടോ. അവരാരും കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞേനേന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളതൊക്കെ അവിടെ ഇട്ടു. കേബിളുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ ഒരു 2:30 ആകുമ്പോഴേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നേരം പോവാതിരിക്കുകയാണ്. സുഡാപ്പി ഇങ്ങനെ കാർട്ടൂണൊക്കെ കണ്ടിരിക്കുന്ന സുഡാപ്പിക്ക് നേരം പോവാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആദ്യം വന്ന വശം അതൊക്കെ ഒന്ന് അടിച്ച് വാരി എല്ലാതൊന്ന് തുടച്ച് വൃത്തിയാക്കി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണം ഞാനിപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ തൃശ്ശൂർ എത്തുമ്പോൾ. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ചോറ് വയ്ക്കൽ നടക്കുന്ന കാര്യമല്ല എന്നറിയാം. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് പൊറോട്ട മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ചിക്കനും മതി എന്നാണ്. അപ്പോൾ ബീഫ് എന്തായാലും നമുക്കിനി വൈകുന്നേരത്തേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുടിക്കാൻ വെള്ളം അത്യാവശ്യമാണ്. ഇപ്പോൾ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്കുള്ള വെള്ളമാണ് ഇപ്പോൾ കേട്ടോ. പിന്നെ അതൊന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ഞാനിത് ഈ പോക്കിന് മേടിച്ച പാത്രങ്ങളാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, അന്ന് മേടിച്ചപ്പോൾ ദിലൂന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ദിലൂന് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആൾ പറഞ്ഞു എനിക്കും വേണം അങ്ങനത്തെ ഒരു പാത്രം. അപ്പോൾ അവനും കൂടി ഒരു പാത്രം മേടിച്ചു. പിന്നെ എന്താ ബീഫ് കറിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ ഈ പാത്രം ഞാൻ മേടിച്ചത് വേറെ ഒന്നുമില്ല. ഇതിന് 35 രൂപയുള്ളൂ കേട്ടോ ഈ പാത്രത്തിന്. നമുക്ക് ഫ്രീസറിൽ മീൻ ഇറച്ചിയൊക്കെ വെക്കാനായിട്ട് ഉപകാരമുള്ളൊരു പാത്രമാണ് കേട്ടോ. ഇതിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ആ പാത്രം ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മേടിച്ചിട്ടുള്ളതാണ് ഈ കയ്യിൽ കേട്ടോ. ഇത് നമ്മുടെ മരത്തിൻ്റെയാണ്. ചട്ടകം അല്ലെങ്കിൽ കയ്യിലൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇത് ഈ 3 സ്റ്റീൽ കയ്യിലും കൂടിയാണ്. ഇത് കുഞ്ഞ് കയ്യിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക്
കറി ഇളക്കാനായിട്ടും എന്തെങ്കിലുമൊക്കെ പൊരിച്ച് കോരാനൊക്കെ ആയിട്ട് ചെറിയ വകയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് കോരിയെടുക്കാൻ വെച്ചിട്ട് അങ്ങനെ അത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനും 20-25 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ വേറെ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കേബിളുകാരെ കാണാണ്ടായപ്പോൾ അവർ പറഞ്ഞു ഞാൻ 2:30 ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നേരം പോകുന്നില്ല. എന്തായാലും പുറത്തേക്ക് ഇറങ്ങി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സൈഡ് അടിച്ചിട്ടില്ല, ഫ്രണ്ട് ഭാഗം മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ട് റോഡൊക്കെ. അതിൻ്റെ ശേഷം ഇവിടെ കുറച്ച് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ചൂടാപ്പും പാത്തൂസൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഇന്നൊരു പരിപാടിയും കൂടി ഉണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. തൊട്ടടുത്ത് വെച്ചാൽ തൊട്ടടുത്ത് ഇങ്ങനെ നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. 2 അടി നടന്നാൽ മതി കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, പെരിഞ്ഞനം, അതായത് ആലിങ്ങൽ അമ്മ പെരിഞ്ഞനം ടീമിൻ്റെ ഒരു ഓണക്കളിയാണ് കേട്ടോ. അപ്പോൾ അത് പുലിക്കളി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ദിവസം ഇന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ആരോ വാട്സപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്നാണല്ലോ പ്രോഗ്രാം എന്ന്. അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങളെന്തായാലും വരാനുള്ള പ്ലാനിങ് ഇന്ന് തന്നെയായിരുന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെ ആകുമ്പോൾ എന്തായാലും പോവാതിരിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഇവിടുത്തെ എല്ലാവരും, ചുറ്റുവട്ടത്തുള്ള എല്ലാവരും പോകട്ടെ അങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ. അപ്പോൾ 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ നിസ്കാരമൊക്കെ കഴിയില്ല. അപ്പോൾ അങ്ങനെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കേബിളുകാർ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞത്, അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ പറയണേ. അവർ വന്നപ്പോൾ ഇത് ആരോ മനഃപൂർവ്വം വലിച്ചിട്ടതെന്നാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇതേപോലത്തെ ആൾക്കാർ, ഇങ്ങനെ ദ്രോഹിക്കാനായിട്ടുള്ള ആൾക്കാർ? കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേക്ക് എന്തൊക്കെ പണികളാണ് എനിക്ക് തന്നതെന്ന് അറിയാം. ഇത് എന്നും ഓരോ പണികളാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനിത് ബീഫൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു. 7 മണിയാകുമ്പോഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ സമയം ഒരു 6:45 ആയിട്ടുണ്ട്. 7 മണിയൊക്കെ ആകുമ്പോഴാണ് പ്രോഗ്രാം കേട്ടോ. അപ്പോൾ 6:30 ആയപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ചെറിയൊരു കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവർ ഒരു 7:30 ആകുമ്പോൾ എത്തുള്ളൂ എന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ മറ്റുള്ളവരുടെ പ്രോഗ്രാമൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 6:45 ആയപ്പോൾ അങ്ങനെ ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് അവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.